ഒരാൾ ഫാക്ടറിയിലെ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി വിശ്രമിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഫോൺ ബെല്ലടിച്ചത്. എടുത്തപ്പോൾ അയാൾ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തി. ആളെ ഓർത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ജോലി ചെയ്യുന്ന കമ്പനിയിൽ തന്നെയുള്ള ആളാണെന്ന് പറഞ്ഞു. തിരിച്ചറിയാൻ പറ്റിയില്ല. ആവശ്യം പിന്നെ തൻ്റെ നേരിൽ വന്നൊന്ന് കാണാനാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. കാര്യം തിരക്കിയപ്പോൾ നേരിൽ കാണുമ്പോൾ പറയാമെന്നും പറഞ്ഞു. രാത്രി വീട്ടിൽ വന്ന് കാണാമെന്ന് പറഞ്ഞ് ഫോൺ അയാൾ വെച്ചു. അയാളുടെ സംസാരത്തിൽ ആ ഒരു ധൃതിയും മറ്റൊക്കെ ഞാൻ ആലോചിച്ചപ്പോൾ ഫോൺ എടുത്ത ആൾക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. എത്ര ആലോചിച്ചിട്ട് ആളെ മനസ്സിലാവുന്നില്ല. എത്ര തിരക്കിട്ട് എന്തിനാണായിരിക്കും അയാൾ ഇങ്ങനെ കാണാൻ വരുന്നുണ്ടാവുക. അപ്പോൾ അയാൾ വേഗം ഇങ്ങനെ ആലോചിച്ചു, എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക ആവശ്യത്തിനായിരിക്കാം, അല്ലെങ്കിൽ വല്ല പദ്ധതിയിലൊക്കെ അംഗമാക്കി ചേർക്കാനാകും, അതും അല്ലെങ്കിൽ വല്ല ആരോടെയിലേക്ക് വല്ല ശുപാർശ പറയാൻ വേണ്ടിയിട്ടായിരിക്കാം. എന്തായാലും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് വരുമ്പോൾ എന്ന് വിചാരിച്ചിട്ട് അയാളിങ്ങനെ നിന്നു. ഏത് വിധത്തിലാണ് ഇദ്ദേഹം നമുക്കൊരു പാരയാവുക എന്ന് പറയാൻ കഴിയില്ലല്ലോ എന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്. പറഞ്ഞ സമയത്തിന് 5 മിനിറ്റ് മുമ്പേ സംഗതി ആൾ വന്നു. നേരിൽ കണ്ടപ്പോൾ കമ്പനിയിൽ കണ്ടൊരു മുഖപരിചയമുണ്ട് പലപ്പോഴും. അപ്പം തന്നെ അയാൾ ഉറപ്പിച്ചു, ഇയാൾ എന്തോ സഹായത്തിന് വന്നതാണ്, പൈസ ചോദിക്കാൻ വന്നതെന്നുള്ള എന്നെ മാനസികമായി ഉറപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കൊടുക്കാനാണെങ്കിൽ കഴിയില്ല, കുറച്ച് പ്രയാസത്തിലാണ്, പണമൊന്നും ഉണ്ടാവില്ല എന്ന് അയാളോടെങ്കിലും പറഞ്ഞിട്ട് ബോധ്യപ്പെടുത്തി വല്ല പിരിച്ചു വിടണമെന്ന് മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്തു. അപ്പോൾ വലിയ കുശലാന്വേഷണങ്ങൾക്കൊന്നും നിൽക്കാതെ തന്നെ വന്ന കാര്യം അദ്ദേഹം വേഗം പറഞ്ഞു, അധികം വർത്തമാനം പറയാതെ. വന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറഞ്ഞു, പിന്നെ അടുത്ത ബുധനാഴ്ച എൻ്റെ വീട്ടിലൊരു പ്രോഗ്രാമുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വർഷങ്ങളായി, പക്ഷേ വേണ്ടപ്പെട്ട പരിചയക്കാരെയും മറ്റുള്ള ആളുകളെയൊക്കെ പിന്നെ ഞാൻ അങ്ങനെ വിളിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് പൈസയൊക്കെ ഉണ്ടായപ്പം ഞാൻ കണ്ട് പരിചയമുള്ള ആളുകളൊക്കെ ഒന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് അവരൊന്ന് ക്ഷണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങളെപ്പോഴും ഇങ്ങനെ കാണാറുണ്ട്, നമ്മൾ കൂടുതൽ പറഞ്ഞിട്ടില്ലെങ്കിൽ എൻ്റെ മനസ്സിലിങ്ങനെ ഓർമ്മ വന്നപ്പോൾ നിങ്ങളൊന്ന് എൻ്റെ വീട്ടിൽ വരണം എന്ന് പ്രത്യേകം താല്പര്യം എടുത്തിട്ട് അയാൾ വീട്ടിൽ വന്ന് പറഞ്ഞതാണല്ലോ. അപ്പോൾ അങ്ങനെയാവുമ്പോൾ നമ്മൾ തമ്മിൽ, വീട്ടുകാരും തമ്മിലൊക്കെ ഒരു അടുപ്പുണ്ടാകാനും പിന്നെ ഒരു പരസ്പരം ഒന്ന് പരിചയം ഒന്നുകൂടി ഗാഠമാവാനൊക്കെ കഴിയല്ലോ. അതുകൊണ്ട് നിങ്ങളെ നേരിട്ട് ഫോണിൽ വിളിക്കുമ്പോൾ നിങ്ങൾ മാത്രമല്ലേ പറ്റുള്ളൂ. വീട്ടിൽ നേരിട്ട് വരുമ്പോൾ വീട്ടിലുള്ള എല്ലാവരെയും ഒന്ന് കണ്ട് പറയാലോ എന്ന അർത്ഥത്തിലാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചുപോയി. അപ്പോഴാണ് അയാളിങ്ങനെ ആലോചിച്ച്, നമ്മുടെ ചുറ്റുപാടുകളാണ് ഈ വിധത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മുടെ മുൻവിധി, സ്വതന്ത്രമായ ഒരാളെക്കുറിച്ച് പിന്നെ അയാളെ സാഹചര്യത്തെ വിലയിരുത്തുന്നതിൽ തടസ്സമായിട്ട് വരികയാണ് ഈ മുൻവിധി എന്ന് പറഞ്ഞ സംഗതി. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, നമ്മൾ ആലോചിക്കുക, അയാൾ ഇന്നതിനായിരിക്കാം, അത് ഇന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ പൈസ ചോദിക്കാനായിരിക്കാം, അല്ലെങ്കിൽ എന്ത് സഹായത്തിന് വേണ്ടിയിട്ടായിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള മുൻവിധി വെച്ചിട്ടായിരിക്കും ആളുകളെ പെട്ടെന്ന് നമ്മൾ അളക്കുകയും അയാളെ ഫേസ് ചെയ്യുകയും ചെയ്യുക. ശരിക്കും ഒരിക്കലും അത് അങ്ങനെ ഒരു ബന്ധം ഉണ്ടാവില്ല ചിലപ്പം എന്നുള്ളൊരു സംഭവം. ഇങ്ങനെ ഈ ഒരു വായിച്ച സംഭവം പിന്നെ എനിക്ക് തോന്നി ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാം. നമുക്ക് ബാക്കി എന്താണ് മുജിത്തബ, ഇങ്ങനെയൊരു വിഷയത്തിൽ പലപ്പോഴും നമുക്കൊക്കെ അനുഭവം ഉണ്ടാവാൻ ചാൻസ് ഉള്ളൊരു സംഗതിയാണ്. തീർച്ചയായിട്ടും മുൻവിധി വെച്ച് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുക എന്നുള്ളത് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയ കാര്യമാണ് ഒന്നാമത്. മറ്റൊന്ന്, അത് പലപ്പോഴും നല്ലൊരു കമ്മ്യൂണിക്കേഷനെ ബാധിക്കും. ഒരാളുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കാനും എല്ലാത്തിനും അത് തടസ്സമാകും. സാധാരണ ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ അല്ലേ പറയാറുണ്ട്. അപ്പോൾ ഒരാളെ മുൻവിധിയോടെ കാണുക, അയാൾ ഊഹിക്കുക, ഊഹം തന്നെ, ഊഹമാണുള്ളത്, ഊഹം ഊഹിക്കാൻ പാടില്ല, അത് തെറ്റാണെന്നാണല്ലോ ഇസ്ലാം പറയുന്നത്. അപ്പം ഇങ്ങനെ വെറുതെ ഊഹിച്ച് അത് ഒരു നല്ല അതായിരിക്കും, ഇതായിരിക്കാം, നമ്മൾ ജഡ്ജ് ചെയ്യുക എല്ലാ കാര്യങ്ങൾക്കും. അങ്ങനെ പൊതുവുണ്ടാകുക, ഓനതിന് പോയതായിരിക്കും, അല്ലെങ്കിൽ ഇവൻ ഇന്ന ചെയ്തതായിരിക്കാം. ഇസ്ലാമിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഞാൻ കുറേ ആലോചിച്ചിട്ടുണ്ട്. ഒരാളെക്കുറിച്ച് ഒരാളെ ഒരു മോശപ്പെട്ട ഒരു സ്ഥലത്ത് നമ്മൾ കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന്
നിനക്ക് സാധിക്കുന്നത്ര ഉദർ നീ നൽകുക, കാരണങ്ങൾ നീ കാണുക. ചിലപ്പോൾ അവിടെ പെട്ടുപോയതായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്ത് ആവശ്യത്തിന് വന്നതായിരിക്കും. അഥവാ നല്ലത് ഊഹിക്കുക. അദ്ദേഹം നമ്മൾ കണ്ടത് ഒരു മോശപ്പെട്ട സ്ഥലത്താണ്, മോശപ്പെട്ട സന്ദർഭത്തിലാണെങ്കിലും നല്ലത് ഊഹിക്കുക. അദ്ദേഹം അവിടെ പെട്ടുപോയതായിരിക്കും, അറിയാതെ വന്നതായിരിക്കും. 70ഓളം കാര്യങ്ങൾ നീ അവന് വേണ്ടി നല്ലത് ചിന്തിക്കുക, നല്ല കാരണങ്ങൾ നീ ഉണ്ടാക്കുക. അതൊന്നും നീ തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിൽ 71ാമതായിട്ട് നീ ചിലപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അവൻ എന്ത് കാരണത്താൽ അവിടെ എത്തിയെന്നുണ്ട. എന്നാലും അവനെക്കുറിച്ച് മോശപ്പെട്ടതൊന്നും ചിന്തിക്കരുതെന്നാണ്. ഇത് ഡിഫോൾട്ട് തന്നെ നെഗറ്റീവാണ് മനുഷ്യൻ്റെ. അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് നിൽക്കുന്ന ആ ഒരു ജഡ്ജ്മെൻ്റ് ആദ്യം കഴിഞ്ഞിട്ടുണ്ടാവും. അതിന് നോക്കിയിട്ട് കാര്യമില്ല, അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവിടെ ശരിക്കും ഇസ്ലാം ശരിക്കും ഇടപെടുന്നത് നമ്മുടെ അബാഹ്യമായിട്ടുള്ള ഈ കാട്ടിക്കുട്ടലിൻ്റെ അപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ്റെ പേഴ്സണാലിറ്റിയെ മുച്ചൂടും പരിവർത്തിപ്പിക്കുന്ന കൾച്ചർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ കൾച്ചറിൻ്റെ ഭാഗമായിരിക്കണം നമ്മുടെ പ്രകടനങ്ങളെല്ലാം. ബാക്കി പുറത്തേക്ക് കാണുന്ന കാര്യങ്ങളും നമ്മുടെ നമസ്കാരം, നോമ്പ്, ഇതൊക്കെ പുറമെ ബാക്കിയുള്ള ആളുകൾ ഒരു പക്ഷേ കാണുമെങ്കിലും അതിൻ്റെ അകത്ത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നൊരു പ്രക്രിയയാണ് ഒരു മനുഷ്യൻ്റെ മാനസികമായ മാറ്റം, പരിവർത്തനം, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. അതെ, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. പലരും പൈസ കൊടുത്തിട്ട് പൈസ കൊടുത്ത് ആക്ടിങ് അല്ലേ, ഒരു അഭിനയത്തിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ്. ഇങ്ങനെ ആക്കുക, എന്നെ ആളെ മുന്നിലാക്കുക, കൃത്രിമമായിട്ടുള്ള ഒരു പരിപാടിയാണ്. ശരിക്ക് സ്വാഭാവികമായ തന്മയത്വത്തോടുകൂടി അല്ലെങ്കിൽ നൈസർഗികമായ ഒരു മനുഷ്യൻ്റെ ഭാവത്തെ അതേ അർത്ഥത്തിൽ നിലനിർത്താനുള്ള ശരിക്കുള്ള ഒരു എന്താ പറയാം, അതിനുള്ള എല്ലാ പരിശീലനമാണ് ഇസ്ലാം.